ശങ്കര, നീ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ അവൾ വിദ്യാഭ്യാസമുള്ളവളാണ്, ഉദ്യോഗസ്ഥയുമാണ്. ഞാൻ പറയുന്ന പുരുഷനെ തന്നെ അവൾ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമില്ല. അമ്മാവൻ പറഞ്ഞാൽ അവൾക്കത് അനുസരിക്കരുതെന്ന് നിർബന്ധമില്ലല്ലോ. ഈ ആഗ്രഹവും മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഇത്രയും കാലം വിവാഹം കഴിക്കാതിരുന്നു. ആവശ്യത്തിൽ കൂടുതൽ അവളെ പഠിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ഉദ്യോഗത്തിന് അയക്കരുതെന്ന് പറഞ്ഞു. അന്യനാട്ടിലയച്ച് ചീത്തയാക്കരുതെന്നും പറഞ്ഞു. ചീത്തയാക്കരുതെന്നോ? എന്റെ മനസ്സിന്റെ നേരുകൊണ്ട് അവൾ ചീത്തയായില്ല. ഇല്ലെങ്കിൽ വല്ല സായിപ്പന്മാരെയും പിടിച്ചോണ്ട് വന്നേനെ. നീ എന്റെ മകളെ കുറിച്ച് എന്റെ മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത് നോക്കണം. ഡോക്ടർ അച്ഛനോട് പ്രത്യേകം പറഞ്ഞിട്ടില്ലേ ക്ഷോഭിക്കരുതെന്ന്? കുട്ടിശങ്കരൻ ചേട്ടാ, ഞാൻ ഇന്നുവരെ വിവാഹത്തിനെ പറ്റി ചിന്തിച്ചിട്ടില്ല, താല്പര്യം തോന്നിയിട്ടില്ല. ചേട്ടൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു സുഖമായി ജീവിക്കണം. മറ്റൊരു പെണ്ണിനെയോ? എനിക്ക് മറ്റൊരു പെണ്ണിനെയും കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ല. എന്നാൽ അവിവാഹിതനെ കഴിയേണ്ടി വരും. അങ്ങനെ കഴിയുക മാത്രമല്ല, വേണ്ടി വന്നാൽ മരിക്കുകയും ചെയ്യും. 2 വർഷം കഴിഞ്ഞ് അവൾ ഇന്ന് മടങ്ങി വന്നതേ ഉള്ളൂ. മരണത്തെയും കൊലപാതകത്തെയും പറ്റി സംസാരിക്കാൻ നിനക്ക് ഇപ്പോഴേ അവസരം കിട്ടിയുള്ളൂ. ഞാൻ വിവാഹത്തെ കുറിച്ചാണ് സംസാരിച്ചത്. അച്ഛനെ ചോദിപ്പിക്കാതെ ഒന്ന് ഇവിടുന്ന് പോകും. ആ ഉത്സവ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട്. ഞാൻ പോയില്ലെങ്കിൽ ആ ബാലൻ മാസ്റ്റർ അത് ആകെ അലങ്കോലാക്കും. എന്റെ വില്ലരിച്ചാൻ പാട്ടില്ലാതെ അമ്പലത്തിൽ ഉത്സവം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ രാവിലെ ദിവസം എഴുന്നേറ്റ് കഴുത്തറ്റം വെള്ളത്തിൽ സംഗീത സാധനം നടത്തുന്നത് അമ്പലത്തിൽ ഉത്സവത്തിന് പാടാനാ. പരിപാടിയിൽ എന്റെ പാട്ട് ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഇവിടെ ഉത്സവം നടക്കുകയല്ല. ഇവിടെ ഉത്സവം നടത്താൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്നവരുണ്ട്. വന്നിട്ടുകളാരും ഇവിടം ഭരിക്കണ്ട. കുട്ടിശങ്കരൻ തമ്പി മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ തന്നെയാണോ വന്നിരിക്കുന്നത്? സുഹൃത്തുക്കളെ, വഴക്കുകൂടാനല്ല നാം ഇവിടെ കൂടിയിരിക്കുന്നത്. അമ്പലത്തിലെ ഉത്സവ പരിപാടികൾ പൂർവാധികം ഭംഗിയായി നടത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയാണ്. മിസ്റ്റർ രവീന്ദ്രന്റെ വിൽപ്പാട്ടും മിസ്റ്റർ ശ്രീകുമാറിന്റെ ഗാനമേളയും വായനശാല വാർഷികത്തിനുണ്ടായിരുന്ന പരിപാടികളാണ്. കേട്ടതുമാണ്. വില്ലും ഹാർമോണിയം ഒക്കെ എടുത്തണ്ട് അന്ന് ഓടിയ വഴിയിൽ പുല്ല് ഇനി വേണം കുരുക്കാൻ. തന്റെ തലയിലാണ്. എടാ രവീന്ദ്ര, എന്റെ തലയ്ക്ക് കുഴപ്പമൊന്നുമില്ലടാ. നിന്റെ തന്തയെന്ന് പറയുന്നവനുണ്ടല്ലോ, അവന്റെ തലയിലാ കഷണ്ടി. ആ തലയിലാണ് പുല്ല് കുരുക്കേണ്ടത്. തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാൽ നീ എന്താ കഴിവുകളാണ് ഈ അലങ്കോലത്തിന് കാരണമെന്ന് പറയുന്ന ഞാൻ കേൾക്കുന്നു. ഈ പരിസ്ഥിതിയിൽ പ്രസിഡന്റ് രാജിവെക്കണം എന്ന് പറയാൻ ഞാൻ നിർബന്ധിതനാണ്. മിസ്റ്റർ തമ്പി, രാജിവെക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്നെ തെരഞ്ഞെടുത്ത ഈ സദസ് ആ തീരുമാനമെടുത്താൽ ബാലൻ മാസ്റ്റർ രാജിവെക്കണം. നമുക്ക് പുതിയൊരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണം. കുട്ടിശങ്കരൻ സഹപ്രസിഡന്റ് ആവണം. ഞാനവനെ പിന്താങ്ങുന്നു. എന്നാ നിങ്ങളെല്ലാം കൂടെ ഉത്സവം നടത്തിയാ പോരെ? അത് ഷാപ്പിലല്ലേ? എല്ലാത്തിനെയും കാണിച്ചു തരാം. നിങ്ങൾ ഉത്സവം നടത്തുന്നു കാണണം. എല്ലാ സ്ഥലത്തും ഇത്തരക്കാരുണ്ടാകും. അത് സ്വാഭാവികമാണ്. നാം ഏറ്റെടുത്ത പരിപാടി ഏറ്റവും ഭംഗിയായി നടത്തി വേണം ഇവരെ നേരിടാൻ. മിനിക്കുട്ടി, നീ വന്ന് വല്ലതും കഴിച്ച് കിടന്നുറങ്ങു കൂട്ടി. അവൻ എപ്പോഴാ വരികയെന്ന് ആർക്കറിയ? നിനക്ക് അവനോടുള്ള സ്നേഹം അവന് നിന്നോടുണ്ടായിരുന്നെങ്കിൽ അവൻ സമയത്തും കാലത്തും വരില്ലേ? ഓ, ചേട്ടനെ കുറ്റപ്പെടുത്തിയപ്പോ പെണ്ണിന്റെ ദേഷ്യം കണ്ടില്ലേ? മോൾ വന്ന് കഞ്ഞി കുടിക്ക്. വിശന്നിരുന്ന് ആ ചേട്ടൻ വരുമ്പോ അഴക്ക് പറയും. ഒരു ചേട്ടനും ഒരു അനിയത്തി. ഞാൻ തോറ്റു. എന്താണ് ഈ പെണ്ണുമായിട്ടൊരു ശൃംഗാരൻ? എന്റെ ബാല, എന്നെ ഇങ്ങനിട്ട് കഷ്ടപ്പെടുത്തരുത്. ചേട്ടൻ വരാതെ അനിയത്തി ഒന്നും കഴിക്കില്ല. ചേട്ടനാണെങ്കിൽ അർദ്ധരാത്രിയാകാതെ തൊട്ട് വരികയില്ല. ഞാൻ നേരത്തെ വരാൻ തുടങ്ങിയത്. വരുന്ന വഴിക്ക് നമ്മുടെ കൃഷ്ണപ്പണിക്കരുടെ വീട്ടിലൊരു ബഹളം. പണിക്കരുടെ പശുവിന് പേറ്റിനോട് തുടങ്ങി. കുട്ടി പുറത്തു വരുന്നില്ല. ഓഹോ, മൃഗചികിത്സ തുടങ്ങിയ കേട്ടോടി മോളെ, നിന്റെ ചേട്ടൻ ഇപ്പം പശുവിന്റെ പതിച്ചിയ. എന്നിട്ട് പശു പെറ്റോ ബാല? പെറ്റോമ്മേ, നല്ല ഒന്നാന്തരം പശുക്കുട്ടി. നാരായണ. ഇനി വന്ന് വല്ലതും കഴിക്കും. കഴുതേ ഒന്ന് ചിരിക്കുന്നു. ഒന്ന് കഴിക്കേ. എന്താ? ഒന്നുമില്ല മോളെ, ഞാൻ നിന്റെ അമ്മയെ ഓർത്തുപോയി. അല്ല, ഇതാരാ ബാലമാഷോ? വരൂ 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 വരൂ. എന്തൊക്കെ വിശേഷം തിരുമേനി? നല്ല വിശേഷം. ഒരു സ്വല്പം മുമ്പേ വന്നു വരട്ടെ. അമ്പലപ്പുഴ പാൽപ്പായസത്തിന് തുല്യമായിട്ടുള്ള ഒരു പാട്ട് കേൾക്കായിരുന്നു. ആരുടെ പാട്ട്? അനന്തപത്മനാഭൻ തമ്പി അവർകളിൻ ശ്രീമന്തപുത്രി മാത്രമോ ഏകപുത്രി
വന്നെത്തി പറന്ന് അമേരിക്കയാം നാട്ടിൽ നിന്ന് സൗന്ദര്യധാമം വിദ്യതൻ അധിനിവാസം സൗഭാഗ്യ പാരാവാരം ഹൃദയമോ അത്യുന്നതം. ഇപ്പോ രചിച്ചതാ? ഇപ്പോ ഈ നിമിഷം. വളരെ നന്നായിട്ടുണ്ട്. അദ്ദേഹം ഉണ്ടോ അകത്ത്? അദ്ദേഹമുണ്ടകത്ത്. ചാലവേ ചാരേ തൻ പുത്രിയും ആനന്ദവാരിധി തൻ. ആ, എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ട് വേണം സ്കൂളിൽ പോകാൻ. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. ഞാനിരുന്നോളാം. ഇന്നലെ വന്നല്ലേ? അച്ഛൻ പറഞ്ഞിരുന്നു ഇന്നലെ വൈകുന്നേരം തന്നെ വരണമെന്ന് കരുതിയതാ. ബാലമാസ്റ്ററാണല്ലേ? അതെ. കണ്ടതിൽ വലിയ സന്തോഷം. വിവരങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞറിഞ്ഞു. ഞാനും. അദ്ദേഹത്തിന് മകളെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇരുന്നില്ലല്ലോ, ഞാൻ അച്ഛനെ വിളിക്കാം. അദ്ദേഹം ജോലി തിരക്കിലാണെങ്കിൽ എനിക്കെന്താണ് മാസ്റ്ററെ ജോലി തിരക്ക്? മാത്രമല്ലേ നാട്ടുകാരുടെ കാര്യം മുഴുവനും ചുമലിലേറ്റി നടക്കുന്നത്. കേട്ടോ മോളെ, ഇതാണ് സാക്ഷാൽ ബാലൻ മാസ്റ്റർ. ഒന്നാം തരം കവി, ഗായകൻ, സോഷ്യൽ വർക്കർ. കുന്നിൻ മുകളിൽ സ്കൂൾ, സ്കൂളിനകത്തൊരു ക്ലാസ്, ക്ലാസിനകത്തോ ബാലക സംഘം, ബാലക സംഘം, ബാലിക സംഘം, അവർ നടുവിൽ ബാലൻ മാസ്റ്റർ. ഇപ്പൊ രചിച്ചതാ. മനസ്സിലായി. പോയി കാപ്പി തയ്യാറാക്കും. കാപ്പി വേണോ അതോ ചായ വേണോ? പിന്നെ കാപ്പിയുടെ കൂടെ കടിക്കുവാൻ വല്ലതും? ഇനി കാപ്പി കൊടുത്ത ശേഷം ചൊല്ലുന്നതാ ഭംഗി. ശരിയാ. ശരിയാണേ, അത് ശരിയാണേ. കാപ്പി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കവിത പറഞ്ഞാൽ ശരിയാണ്. ആ, ഇനി എന്ന് മുതലൊക്കെ ഓഫീസിൽ പോകേണ്ടത്? അടുത്ത തിങ്കളാഴ്ച. ആ, അതിനിടയിൽ 25 പുസ്തകമെങ്കിലും വായിച്ചു തീർത്തോളൂ. മലയാള പുസ്തകം വായിച്ച് ഒരുപാട് നാളായി. കുറെ കൂടെ കൊണ്ടുപോയി. അതെല്ലാം പെട്ടെന്ന് അങ്ങ് വായിച്ചു തീർത്തു. ആ, ഏത് തരം പുസ്തകങ്ങളാ ഇഷ്ടം? കവിതയും നോവലും. എന്റെ കയ്യിലൊരു ചെറിയ കളക്ഷൻ ഉണ്ട്. കുറെ ഇങ്ങോട്ട് കൊടുത്തയക്കാം. ഇഷ്ടമുള്ളത് വായിക്കാമല്ലോ. ബുദ്ധിമുട്ടാവില്ലല്ലോ. ആർക്ക്? മാസ്റ്റർക്ക്. നല്ല കാര്യമായി. ഒരു ദിവസത്തിൽ കുറഞ്ഞത് 12 പേർക്ക് വേണ്ടിയെങ്കിലും വല്ലതും ചെയ്തില്ലെങ്കിൽ മാസ്റ്റർക്ക് ഏതാണ്ട് പട്ടിണി കിടക്കുന്ന വിഷമമാണ്. മാസ്റ്റർ ഇരുന്നില്ല, ഇരിക്കണം. മാസ്റ്റർ വരണില്ലേ? എനിക്കിപ്പോ ക്ലാസ്സില്ല. പരിയാരം കടന്നവിടെ ചെല്ലുമ്പോൾ അവിടെ കാടാകും ശിവശംഭോ. ശിവശംഭോ ശംഭോ. ടീച്ചറെ, ഒരല്പം ഭക്തി വൃത്തുപോയി, ക്ഷമിക്കണം. അമ്മാവന്റെ സ്കൂളാണെന്ന് വെച്ച് എന്ത് വേണമെന്ന് കരുതരുതേ. ഒരിക്കലുമില്ല. ടീച്ചറിന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം. ക്ഷമിക്കണം മാസ്റ്റർ, വഴക്കുകൂടാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ കണ്ടത് കണ്ടില്ല എന്ന് നടിക്കാനോ ആവില്ല. ഇതൊരു സ്കൂളാണ്. ഈ റൂമിലെ സംസ്കാരമാണ് കുട്ടികളിലേക്ക് പകരുക. മതിയോ പ്രസംഗം? അറിയാം. ഓ, ഒരു യോഗ്യൻ. ഹെഡ് മാസ്റ്റർ വരുന്നു. എന്താ പേടിയോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ തമ്പി. വെരി ഗുഡ് മോർണിംഗ്. മിസ്റ്റർ ബാലകൃഷ്ണൻ, സ്കൂൾ വാർഷികത്തെ പറ്റി അല്പം ഡിസ്കസ് ചെയ്യാനുണ്ട്. ബിസി അല്ലെങ്കിൽ ഞാൻ വരാം സാർ. സ്കൂൾ വാർഷികം നടത്താൻ ഇവിടെ മറ്റാരുമില്ല. അവൻ എടുത്തങ്ങോട്ട് തല വെച്ചിരിക്കില്ലേ?